ഈശ്വരസന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഈ വർഷത്തെ അഷ്ടമി രോഹിണി ഓഗസ്റ്റ് 16 ശനിയാഴ്ചയാണ് വരുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ദിനമായാണ് അഷ്ടമി രോഹിണി ദിനത്തെ കണക്കാക്കുന്നത് എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അഷ്ടമി രോഹിണി ദിനത്തിൽ പ്രത്യേക വ്രതം അനുഷ്ഠിക്കുന്നത് ഭഗവാൻ സകല ആഗ്രഹവും പൂർത്തീകരിക്കും. പലപ്പോഴും ഈ ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും വരുന്നതാണ്. ജന്മാഷ്ടമി എന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ്. ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിനത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിയുടെ 8ാമത്തെ പുത്രനായി അവതാരമെടുത്തത്. എങ്ങനെയാണ് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ഈ ദിവസം വ്രതമെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. അഷ്ടമി രോഹിണിയുടെ അന്നല്ല വ്രതമെടുക്കേണ്ടത്. അതിനായിട്ട് തലേ ദിവസം തന്നെ വ്രതം ആരംഭിക്കേണ്ടതുണ്ട്. അത്താഴത്തിന് ധാന്യം ഒഴിവാക്കി പാലോ പഴങ്ങളോ മറ്റോ കഴിക്കുക. കൂടാതെ ലഘുഭക്ഷണം മാത്രമേ അന്ന് പാടുള്ളൂ. ഈ ദിനത്തിൽ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. ഇത് ഭഗവാന്റെ മൂലമന്ത്രമാണ്. ഇത് ജപിക്കുന്നത് വഴി എല്ലാ ദോഷങ്ങളും അകലും. ജന്മാഷ്ടമി ദിനത്തിൽ വ്രതമെടുക്കുന്നവർ ദിവസം മുഴുവന് ഭഗവത് സ്മരണയിൽ കഴിച്ചു കൂട്ടുക. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുകയും കൂടാതെ പാൽപായസവും വെണ്ണ നിവേദ്യവും സമർപ്പിക്കുകയും ചെയ്യുക. അർദ്ധരാത്രിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് ഭഗവാന്റെ അവതാര സമയത്തെക്കുറിച്ചുള്ളതാവുന്നു. അതുകൊണ്ട് തന്നെ അർദ്ധരാത്രി അത്യുത്തമമാണ്. ഭാഗവതം ഈ ദിനത്തിൽ പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ഇത് എല്ലാ തരത്തിലുള്ള ദോഷഫലങ്ങളെയും ഇല്ലാതാക്കും. ജന്മജന്മാന്തരം നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നത് ഈ വഴി സാധിക്കുന്നുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ വിഷ്ണു സഹസ്രനാമം, ഹരിനാമ കീർത്തനം എന്നിവയെല്ലാം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇവയെല്ലാം 41 തവണ വീതം പാരായണം ചെയ്യുക. ശേഷം അടുത്ത ദിവസം തുളസിവെള്ളം സേവിച്ച് പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.